A sphere of 20 mm radius is placed centrally over a hexagonal slab of side length 30 mm and thickness 20 mm. Draw the isometric view of the combination. Okay, similar type of problems upload ചെയ്തിട്ടുണ്ട്. എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഇൻട്രൊഡക്ഷൻ ടു ഐസോമെട്രിക് പ്രൊജക്ഷൻ അത് പഠിക്കുക. അതിനുശേഷം എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത് മനസ്സിലാക്കുക. അതായത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ട്, ഐസോമെട്രിക് വ്യൂ ഉണ്ട്. ഐസോമെട്രിക് വ്യൂവിൽ ട്രൂ ഡയമെൻഷൻ തന്നെ വരയ്ക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷനാണ് വരുന്നതെങ്കിൽ അത് ഐസോമെട്രിക് സ്കെയിലാണ് വരയ്ക്കേണ്ടത്. അത് കൺവേർട്ട് ചെയ്ത് ചെയ്യണം. അതിന് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ വീഡിയോസ് നോക്കി മനസ്സിലാക്കി വെക്കുക. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ് യൂഷ്വലി ചോദിക്കാറ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് പറയുമ്പോൾ മിനിമം 2 സോളിഡ്സ് ഉണ്ടാവും. ഒരു സോളിഡിൻ്റെ മുകളിലായിട്ട് വേറൊരു സോളിഡാണ് വരിക. ഏത് സോളിഡാണ് താഴെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സ്ഫിയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ വ്യൂ ആണെന്നാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐസോമെട്രിക് വ്യൂ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യനും ഐസോമെട്രിക് വ്യൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഐസോമെട്രിക് സ്കെയിലിൻ്റെ കാര്യം നോക്കേണ്ട, കൺവേർഷൻ വരുന്നില്ല, വരയ്ക്കാൻ എളുപ്പമായിരിക്കും ഐസോമെട്രിക് വ്യൂ ഐസോമെട്രിക് പ്രൊജക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 7ൽ സ്ഫിയർ ആൻഡ് ഹെക്സഗണൽ സ്ലാബ്, അതായത് ഹെക്സഗണൽ പ്രിസം ആൻഡ് സ്ഫിയർ ആണ് സോളിഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് സോളിഡാണ് താഴെ, ഏത് സോളിഡാണ് മുകളിൽ എന്നാണ് നോക്കേണ്ടത്. സ്ഫിയർ പ്ലേസ് സെൻട്രലി ഓവർ എ ഹെക്സഗണൽ സ്ലാബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തിക്നെസ് കുറഞ്ഞ ഹെക്സഗണൽ പ്രിസമാണ് ഹെക്സഗണൽ സ്ലാബ്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. നിർബന്ധമില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ബട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹെക്സഗണിൻ്റെ ടോപ്പ് വ്യൂ, ഹെക്സഗണിൻ്റെ ഫ്രണ്ട് വ്യൂ, അതേപോലെ സ്ഫിയറിൻ്റെ ടോപ്പ് വ്യൂ. സൈഡ് തന്നിരിക്കുന്നത് 30 mm ആണ്. അതിൻ്റെ ഹൈറ്റ് 20, സ്ഫിയറിൻ്റെ ഡയമീറ്റർ 40. ആദ്യം ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ഹെക്സഗൺ വരച്ചു കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഹൈറ്റ് 20 mm ആണ്. സ്ഫിയറിൻ്റെ ടോപ്പ് വ്യൂ സർക്കിൾ കിട്ടും. അത് കോൺസെൻട്രിക് ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കാണണം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. ഫസ്റ്റ് സോളിഡ് ഹെക്സഗണൽ പ്രിസമാണ്. അപ്പോൾ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഈ ഹെക്സഗണിനെ ഒരു ബോക്സിലേക്ക് കൊണ്ടുവരിക. ഈ ബോക്സിൻ്റെ റോംബസ് വരയ്ക്കുക. അതിന് ഒരു തിൻ ലൈൻ വരയ്ക്കുക. അതിൽ ഈ പോയിൻ്റ് 1 മാർക്ക് ചെയ്യുന്നു. 1, 2 ആൻഡ് 1, 4 30 ഡിഗ്രിയിൽ വരയ്ക്കുന്നു. വൺ ടു ലെങ്ത് മെഷർ ചെയ്ത് ആർക്ക് കട്ട് ചെയ്യുന്നു. 1, 2, 1, 4 സെയിം ആയിരിക്കില്ല. 1, 4 ലെങ്ത് മെഷർ ചെയ്ത് ആർക്ക് കട്ട് ചെയ്യുന്നു. 2, 4 1, 4 ലെങ്ത്
3 ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ലെങ്ത്തിൽ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു, 1/2 ലെങ്ത്തിൽ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. ഈ പോയിൻ്റാണ് 3, 3/4 ആൻഡ് 3/2 ജോയിൻ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് സിമെട്രിക്കലായിരിക്കും. 1Aയും 2Bയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതേപോലെ 4ൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, 3ൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതിവിടെ മാർക്ക് ചെയ്യുക. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ടാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഇതടുത്ത പോയിൻ്റ്. 4, 3ലും സെയിം പോയിൻറ്റ്സ് കിട്ടും. വൺ ഫോറിൽ ഈ പോയിൻ്റ് കാണണം. എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്തു. തിൻ ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഏതൊക്കെ ലൈൻസാണ് വിസിബിൾ എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാവില്ല. ഹെക്സഗണിൻ്റെ ബേസ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ഹൈറ്റ് 20 ആണ്. ഒന്നുകിൽ 20 mm ബോക്സ് വരയ്ക്കുക, അല്ലെങ്കിൽ ഓഫ്സെറ്റ് മെത്തേഡിൽ 20 mm വെർട്ടിക്കൽ ലൈൻ വരച്ച് ഹെക്സഗണൽ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഈ സെയിം ഹൈറ്റ് തന്നെയായിരിക്കും എല്ലാ പോയിൻറ്റും വരിക. എല്ലാ പോയിൻറ്റിൽ നിന്നും ഈ സെയിം ഹൈറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ടോപ്പ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെക്സഗണൽ സ്ലാബിൻ്റെ ടോപ്പ് സർഫസ് കിട്ടും. ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്പിയറിൻ്റെ വരയ്ക്കണം. സ്പിയറിൻ്റെ വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കാണണം. സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഫ്സെറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഈ പോയിൻറ്റിനെ ഇവിടെ കൊണ്ടുവരിക. ഈ പോയിൻറ്റിലൂടെ ലൈൻ വരച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പോയിൻറ്റിലൂടെ 1-2നോ 4-3കോ പാരലായിട്ട് ഈ ലൈൻ വരച്ചാൽ മതി. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട. ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ഫിയർ വരയ്ക്കാൻ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഐസോമെട്രിക് വ്യൂവിൽ റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ 20 mm ആണ്. അപ്പോൾ 20 mm ലൈൻ വരയ്ക്കുക. ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് 20 × 1.22 റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. അത് ഐസോമെട്രിക് സ്കെയിൽ വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. 15 ഡിഗ്രി 45 ഡിഗ്രി ഐസോമെട്രിക് സ്കെയിൽ വരച്ചിട്ട് ഇവിടെ 20 മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതിന് പാരലായി വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു 1.22 × 20 ആയിരിക്കും. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് 20 × 1.22 ഈക്വൽ ടു 24.4, അതായത് 24.5 അപ്രോക്സിമേറ്റ്ലി റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ തിക്ക് സർക്കിൾ വരയ്ക്കുക, കാരണം അത് വിസിബിൾ ആയിരിക്കും. ഇനി വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് നോക്കാം. അത് ഞാൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. വിസിബിൾ ആയിരിക്കും. ഇവിടെ ഇത്രയും പോർഷൻ വിസിബിൾ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. വിസിബിൾ ആണ്. വിസിബിൾ, വിസിബിൾ, വിസിബിൾ ആണ്. ഈ ബാക്കിൽ വരുന്ന ഇതൊക്കെ ഡാഷ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വരച്ചിരിക്കുന്നത് സെയിം ആണ്. ഡയമെൻഷൻ ചെയ്യുക. ഈ ആംഗിൾ
30 ഡിഗ്രിയാണ് ഓർത്തോഗ്രാഫി പൊസിഷൻ ഡയമെൻഷൻ ചെയ്യാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡ്രോയിങ് പ്രൊജക്ഷൻ ഇൻ സിമ്പിൾ പൊസിഷൻ 4 മാർക്സ്. അതായത് ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന്, ഇത് രണ്ടും വരയ്ക്കുന്നതിന് 4 മാർക്സ് ആണ്. ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെക്സഗണൽ സ്ലാബ്, ഈ സ്ലാബ് മാത്രം വരയ്ക്കുന്നതിന് 7 മാർക്സ് ആണ്. ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ഫിയർ, അതായത് 1.22 ആറിൽ ഈ സർക്കിൾ വരയ്ക്കുക. അതിനു മുമ്പ് ഈ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. ഈ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ സർക്കിൾ വരയ്ക്കുന്നതിന് 7 മാർക്സ്. ഡയമെൻഷനിങ്, മാർക്കിംഗ് ഓഫ് പോയിൻറ്റ്സ് ആൻഡ് നീറ്റ്നെസ് 2 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്.